അടുക്കളയിലെ ഈ പ്രശ്നം നേരിടാത്ത വീട്ടമ്മമാരില്ല, ആൾക്കാരില്ല. അപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ വീട്ടിലെ ടാപ്പുകൾക്ക് ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ വെള്ളറ്റിട്ട് വീഴുന്ന പരിപാടി. അപ്പോൾ അത് ടാപ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ്. പക്ഷേ നമുക്ക് ടാപ്പ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐറ്റം. ഇതാണ് നമുക്ക് പുറമേ നിന്ന് വാങ്ങുന്നൊരു സാധനം. ഈ ടാപ്പിൻ്റെ ഉള്ളിൽ വരുന്ന വാൽവാണിത്. ഇത് നമുക്ക് ടാപ്പ് മാറാതെ ഇതിൻ്റെ ഉള്ളിലത്തെ വാൽവ് മാത്രമായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഇതിനാകെ വില വരുന്നത് 80 രൂപയാണ്. അപ്പോൾ ഇത് മാറുന്ന ആൾക്കാർ ഇത് ഊരിക്കൊണ്ട് പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് സൈസിന് കിട്ടില്ല. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് എല്ലാ ടാപ്പിൻ്റെയും ഇതുപോലെ സൈഡിലായിട്ടൊരു ഹോളിൽ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ LNG ആവാം, സ്ക്രൂ ആയിരിക്കാം. അത് ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പിൻഡിൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു നട്ട് ബോൾട്ട് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് സ്പാനറോ അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് പ്ലെയറോ വെച്ചിട്ട് പതിയെ തിരിച്ചാൽ മതി. ഒരുപാട് പ്രഷറൊന്നും കൊടുക്കണ്ട, അതും പ്രഷർ കൊടുത്ത് ഒടിഞ്ഞു പോകും. പതിയെ തിരിച്ച് കഴിഞ്ഞാൽ ഊരിപ്പോരും. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ പ്ലംബറെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിന് പശ ഇടുകയോ അതുപോലെ നമ്മൾ സീലടിക്കുകയോ ഒന്നും വേണ്ട. ഡയറക്റ്റ് ഊരുക, നേരിട്ട് തിരിച്ച് പുതിയതിലേക്ക് ഇടുക. ഇതാണ് ആ പഴയ സാധനം. ഇതിൽ അഴുക്കൊക്കെ വന്ന് തുരുമ്പൊക്കെ കയറിയിട്ടാണ് ഈ ലീക്ക് വരുന്നത്. അപ്പോൾ നമ്മളിതേ പുതിയത് വാങ്ങിയത് അതുപോലെ തന്നെ ഇടുക, ടൈറ്റ് ചെയ്യുക. അതും ടൈറ്റിങ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റൊന്നും ചെയ്യരുത്, പതിയെ ടൈറ്റ് ചെയ്യുക. ചെറിയൊരു രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ ത്രെഡ് ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ലീക്കിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, ബാഗ് ഊരിക്കോ, എന്നിട്ട് പോയി വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അടപ്പിടുക, ഇനി തിരിച്ച് നോക്കുക. അപ്പോൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വരുന്നത് കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളം തുറന്ന് അടച്ച് കഴിഞ്ഞാൽ വെള്ളം ഇട്ടിട്ട് വീഴായിരുന്നു. അപ്പോൾ ഇതേ ഫുള്ളി ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്.